ഒരു സിഗ്നൽ തന്നിട്ടുണ്ട്, വലിയൊരു സിഗ്നൽ. ഇപ്പോൾ ആലോചിക്കുന്നത് ആരെന്നല്ലേ? BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സ്വന്തം ചാനൽ ഏഷ്യാനെറ്റിന് കഴിഞ്ഞ ദിവസം നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു ആ സിഗ്നൽ. ജനങ്ങളുടെ മുമ്പിൽ രണ്ട് ചോയ്സേ ഉള്ളൂ, NDA അല്ലെങ്കിൽ UDF. അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയും കോൺഗ്രസും തമ്മിൽ മത്സരമുണ്ടാകുമെന്ന് പറഞ്ഞു തുടങ്ങിയ ഈ മഹാൻ ഒടുവിൽ BJP കേരളം പിടിക്കുമെന്ന് വരെ പറഞ്ഞെത്തി. മോദിജി എന്തെല്ലാം ചെയ്തു അതുപോലെ തന്നെ ഇവിടെ ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ കൃത്യമായി പറയും. അതാണ് ഞങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ചോദിച്ചാൽ അതാണ് ഞങ്ങളുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. കഴിഞ്ഞ കുറച്ചു നാളായി ചന്ദ്രശേഖറിന്റെ പ്രധാന പരിപാടി കോൺഗ്രസിനെ അമിതമായി പ്രോത്സാഹിപ്പിക്കലാണ്. ഇതിനു പിന്നിൽ വ്യക്തമായ ഒരു പദ്ധതിയുണ്ട്. അതിനി അഥവാ UDF ജയിച്ചാലും BJP കേരളം ഭരിക്കുമെന്ന പദ്ധതിയാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ BJP പയറ്റി ജയിച്ച അതേ തന്ത്രം കേരളത്തിലും പ്രയോഗിക്കാനാണ് BJP ഒരുങ്ങുന്നത്. അരുണാചൽ, ആസാം, ത്രിപുര, ഗോവ എന്നിവിടങ്ങളിലൊക്കെ വിജയിച്ച കോൺഗ്രസുകാർ ഒറ്റ രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും BJP ആയി മാറിയിരുന്നു. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഈ കോൺഗ്രസ് BJP അവിശുദ്ധ സഖ്യത്തിന്റെ ഡ്രസ് റിഹേഴ്സൽ അരങ്ങേറിയിരുന്നു. മറ്റത്തൂരിൽ ജയിച്ച 8 കോൺഗ്രസുകാർ പിറ്റേന്ന് പുലരുമ്പോഴേക്കും BJPക്കൊപ്പം ചേർന്നു. കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ടീമാണ് യാതൊരു രാഷ്ട്രീയ ഉത്തരവാദിത്വമില്ലാതെ ഒറ്റയടിക്ക് താമര അഴകിൽ വീണുപോയത്. ഇത് BJP മറ്റിടങ്ങളിൽ നടത്തിയ അതേ തന്ത്രത്തിന്റെ കേരളം പതിപ്പാണ്. മറ്റത്തൂർ മോഡൽ കേരളമാകെ വ്യാപിപ്പിക്കുന്നതിന്റെ സൂചനയാണ് ചന്ദ്രശേഖർ പറഞ്ഞു വെക്കുന്നത്. BJPക്ക് സാധ്യതയുണ്ടെന്ന് അവർ പറയുന്ന മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യും, മറ്റിടങ്ങളിൽ BJP തിരിച്ചു. ഇനി ജയിച്ചു കഴിഞ്ഞാൽ കൈവിട്ട് താമര പിടിക്കുകയാകും. അതിനൊന്നും ഒരു രാഷ്ട്രീയ ഉളുപ്പും കോൺഗ്രസ് കാണുന്നില്ല. ചെയ്ത വോട്ടർമാരെയോ ജനതയോ ഒന്നും അവർ കാണുന്നില്ല. അധികാരം മാത്രം. അത് കിട്ടാൻ കൈയായാലെന്ത്, താമരയായാലെന്ത്. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് കഴിഞ്ഞ തവണ സുരേന്ദ്രൻ പറഞ്ഞു നിർത്തിയെടുത്തു നിന്നാണ്. 35 സീറ്റ് BJPക്ക് കിട്ടിയാൽ ഞങ്ങൾ കേരളം ഭരിക്കും, അതിന് ഭൂരിപക്ഷമൊന്നും വേണ്ട. അതേ രാഷ്ട്രീയ നയം തന്നെയാണ് BJP പയറ്റുന്നത്. ഇനി അഥവാ കോൺഗ്രസ് ജയിച്ചാലും അവസാനം BJP തന്നെ ജയിക്കുമെന്ന് സാരം.